പഠനം പൂർത്തിയാക്കി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അനിതയെ കൂട്ടുകാരി മീര ജോലിയുടെ പേരും പറഞ്ഞ് അവളെ ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. അവൾക്ക് താല്പര്യമില്ലെങ്കിലും മീരയുടെ നിർബന്ധത്തിൽ വഴങ്ങി അവൾ മദ്യം കഴിക്കുകയും പിന്നീട് ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആ രാത്രി അവൾക്ക് എന്ത് സംഭവിച്ചതെന്ന് അവൾക്ക് ഓർമ്മയില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. പരിശോധന നടത്തിയപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലാകുന്നു. പക്ഷെ അവൾക്ക് അതെങ്ങനെ സംഭവിച്ചു എന്നൊരു പിടിയുമില്ലായിരുന്നു. കുടുംബത്തെ ഭയന്ന് അവൾ സത്യം ആരോടും പറയാതെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവളുടെ സുഹൃത്തായ സ്വപ്ന മാത്രം അവളുടെ കൂടെ നിൽക്കുന്നു. ഇരുവരും ചേർന്ന് അബോർഷൻ ചെയ്യാൻ പല ഡോക്ടർമാരെയും സമീപിച്ചെങ്കിലും ആരും സഹായിക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനിടയിൽ ലോക്ക്ഡൌൺ വരുന്നതോടെ അവസ്ഥ കൂടുതൽ മോശമാകുന്നു. സഹായം ചോദിച്ച പലരും അവളെ വഞ്ചിക്കുകയും പണം തട്ടുകയും ചെയ്യുന്നു. ഒരു ഡോക്ടർ അബോർഷനായി വലിയ തുക വാങ്ങിയ ശേഷം മരിക്കുകയും മറ്റൊരാൾ പണം വാങ്ങി മുങ്ങുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അനിതയുടെ പെരുമാറ്റം കണ്ട വീട്ടുകാർക്ക് സംശയം തോന്നുന്നു. അവസ്ഥ സഹിക്കാനാവാതെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിലും വീട്ടുകാർ അവളെ രക്ഷിക്കുന്നു. അവസാനം അനിതയെ പ്രപ്പോസ് ചെയ്ത് ജീവ എന്ന ചെക്കനെ കാണുന്നു. മുൻപ് അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ അവനെ നിരസിച്ചതായിരുന്നു. അബോർഷൻ ചെയ്യാൻ 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞതോടെ അനിതയുടെ അമ്മയുടെ സ്വർണ്ണവള മോഷ്ടിച്ച് വിറ്റ് പണം കണ്ടെത്തുന്നു. സ്കാൻ ചെയ്തപ്പോൾ അവളുടെ വയറ്റിലെ കുട്ടിക്ക് 5 മാസം പ്രായമുണ്ടെന്നും അബോർഷൻ ചെയ്യാൻ പറ്റില്ലെന്നും പറയുന്നു. പക്ഷെ അവൾ കാലു പിടിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ സമ്മതിക്കുന്നു. അബോർഷൻ ചെയ്ത ശേഷം അവൾ പുറത്തു വന്ന് കരയുന്നു. കാരണം അയാൾ യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ ആയിരുന്നില്ല, ഒരു കമ്പൗണ്ടറാണ്. അബോർഷൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ അവളോട് വഴങ്ങിത്തരാൻ പറഞ്ഞ് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇല്ലെങ്കിൽ അബോർഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൾ ഡോക്ടർക്ക് വഴങ്ങി കൊടുക്കുന്നു. ഒടുവിൽ അവൾക്ക് അബോർഷൻ നടക്കുകയും അവൾ മാനസികമായി തകരുകയും ചെയ്യുന്നു.